ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് കുറെ പാപങ്ങൾ ചെയ്തു എന്ന് വെക്കി. എന്നിട്ട് അയാൾ മരണപ്പെടുന്നതിന്റെ മുമ്പ് തൗബ ചെയ്യാനോ ഈ ചെയ്തു പോയ പാപങ്ങളെ അള്ളാഹുവിനെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കാനോ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് ആ പാപങ്ങളൊന്നും അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ല. പുറത്തു കൊടുക്കണമെങ്കിൽ തൗബ ചെയ്യാന്നുള്ളതാണല്ലോ അതിനുള്ള മാർഗം. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. ഈ പാപങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ മരിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ മരണസമയത്ത് ആ മനുഷ്യൻ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരുന്ന നിങ്ങളൊക്കെ എന്തെല്ലാം അനുഭവങ്ങൾ അയാൾ നേരിടണം എന്നറിയും. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇങ്ങനത്തെ ഒരു പാപിയായ മനുഷ്യൻ, അതായത് തെറ്റുകൾ പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയാതെ അള്ളാന്റെ മഗ്ഫിറത്ത് കിട്ടാതെ മരിക്കാൻ ആയ ഒരു മനുഷ്യന് മരണാസന്നനാകുമ്പോ അവിടെ അദാബിന്റെ മലക്കുകൾ കുറെ വന്ന് അയാളെ ചുറ്റുമുത്തിർക്കും. എന്നിട്ട് ആ അദാബിന്റെ മലക്കുകൾ ഈ മനുഷ്യനെ വല്ലാതെ പേടിപ്പെടുത്തും, ഭീഷണിപ്പെടുത്തും. അവർ മാത്രമല്ല ഈ മനുഷ്യന് ചെന്ന് കടക്കാനുള്ള നരകത്തിലെ ഭവനം കാണിച്ചു കൊടുക്കും. ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഈ മനുഷ്യൻ ആകെ ഇങ്ങനെ പേടിച്ച് പറിച്ചു നിൽക്കുക. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമേ മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി വരിക. അസ്റായീലാകട്ടെ വളരെ ഭീകരമായ രൂപത്തിലാണ് ഇറങ്ങി വരിക. ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ ശിക്ഷ തന്നെ അസ്റായീലിന്റെ ഭീകരമായ രൂപം കാണലാണ്. അത് തന്നെ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിന്റെയും അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണ്. അസ്റായീൽ വന്നിട്ട് ഈ മനുഷ്യന്റെ തലഭാഗത്ത് വന്നിരുന്നിട്ട് പറയും, മനുഷ്യ, എത്ര ദൂതന്മാർ നിന്റെ സമീപത്ത് വന്നുപോയി, എത്ര വാർത്തകൾ നിനക്ക് ലഭിച്ചു, ഇതുവരെ നീ ഒന്നും മരണത്തിന് ഒരുങ്ങിയിട്ടില്ല, ഒന്ന് തൗബ ചെയ്യാൻ നീ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇനി എന്റെ ശേഷം ഒരു ദൂതന്മാർ നിന്റെ സമീപത്തേക്ക് വരാനില്ല. ഇത് നിന്റെ അവസാന സമയമാണ്. നിന്റെ കൂടെ പോരല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറയും. അയാള് സമയമൊക്കെ ചോദിച്ച് കുറെ കരഞ്ഞു നോക്കും. പക്ഷെ അസ്റായീൽ പരിഗണിക്കൂല. ആ സമയത്ത് ഈ മനുഷ്യനിൽ നടക്കുന്ന ഒരു പ്രക്രിയ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അസ്റായീലിനെ കണ്ടാണ് പേടിച്ച് വറച്ച ഈ മനുഷ്യന്റെ ആത്മാവ് അയാളെ ശരീരത്തിന്റെ ഉള്ളിൽ പോയി ഒളിക്കുന്ന, അസ്റായീലിന് പിടുത്തം കൊടുക്കാതെക്കാൻ കുറെ ശ്രമിക്കുന്നതാണ്. ഖുർആനിൽ അല്ലാഹ് പറയുന്നത് നോക്കൂ, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. അല്ലാഹു പറയാ, ധിക്കാരികളും തമ്മാടികളും കാഫിര്യങ്ങളും ഒക്കെ ആയ ആളുകൾ മരിക്കാൻ കിടക്കുമ്പോ മലക്കുകളെ കണ്ട് പേടിച്ചിട്ട് ഈ റൂഹ് മനുഷ്യന്റെ ശരീരത്തിൽ പോയി ഒളിക്കും. അപ്പോൾ ആ ഒളിച്ചു കിടക്കുന്ന റൂഹിനെ പുറത്തേക്ക് കൊണ്ടുവരൽ എങ്ങനെയാണ്? അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഈ മലക്കുകൾ അവരുടെ കയ്യിലുള്ള ഇരുമ്പിന്റെ ദണ്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ മനുഷ്യന്റെ മുഖത്തടിക്കുകയാണ്. ഈ മനുഷ്യന്റെ ഗുഹ്യഭാഗത്ത് ആഞ്ഞടിക്കുകയാണ്. അടി വല്ലാതെ ശരീരത്തിലേക്ക് അങ്ങ് വന്ന് പതിക്കുമ്പോ പിന്നെ ഈ മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അപ്പൊ റൂഹ് വല്ല ഇങ്ങനെ പുറത്തേക്ക് വരും. അസ്റായീൽ അലൈഹിസ്സലാം ശക്തമായ ഒരു വലിയങ്ങ് വലിക്കുന്നതാണ്. ആ സമയത്തൊക്കെ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകൾ ഹദീസിൽ പറയണത് കേട്ടാ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. പിടിച്ചു പറിക്കുന്നത് പോലെ നല്ല മുള്ളുകളിൽ കോർത്തിടപ്പെട്ട ഒരു വസ്ത്രം അതിൽ നിന്ന് വലിച്ചെടുക്കുമ്പോ ആ വസ്ത്രത്തിന്റെ ഓരോ ഭാഗങ്ങളും കീറിപ്പറിഞ്ഞു പോരുന്നത് പോലെ ഈ മനുഷ്യന്റെ ആത്മാവിനെ വലിച്ചെടുക്കുകയാണ്. ആ ആത്മാവിനെ അസ്റായീൽ വലിച്ചെടുക്കുമ്പോഴേക്ക് കൂടെയുള്ള മലക്കുകളുടെ കയ്യിൽ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പടമുണ്ട്. ആ കരിമ്പടത്തിലെ അതിനെ പൊതിയുകയാണ്. അപ്പോഴേക്കും അന്തരീക്ഷം മുഴുവനും ആകെ ചീഞ്ഞു നാറുന്ന വാസന പരക്കുകയാണ്. മനുഷ്യനത് അനുഭവിക്കാൻ കഴിയുകയില്ല, ജിന്നുകൾക്ക് അത് അനുഭവിക്കാൻ കഴിയുകയില്ല. അല്ലാത്ത ജീവജാലങ്ങൾക്കൊക്കെ ആ മനുഷ്യന്റെ ആത്മാവിന്റെ ദുർഗന്ധം അനുഭവപ്പെടുന്നതാണ്. അസ്റായീലിന്റെ കൂടെയുള്ള അദാബിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ ആത്മാവുമായി ആകാശലോകത്തേക്ക് പറന്നുയരുമ്പോ ആകാശവാസികൾ അവിടെ നിന്ന് വിളിച്ച് ഭൂമിയിലേക്ക് ചോദിക്കുകയാണ്, മാ ഹാദിഹിർ റൂഹുൽ ഖബീസാ, ഇത്രയും ചീഞ്ഞു നാറുന്ന ഈ മനുഷ്യന്റെ ആത്മാവാരാണെന്ന് പറഞ്ഞു തരുമോ? ആകാശത്തേക്ക് വരെ ദുർഗന്ധം വരുന്നുണ്ടല്ലോ, നിങ്ങൾ ആരും ഏത് മനുഷ്യന്റെ റൂഹം കൊണ്ടാണ് ഈ വരുന്നത്?
ഫയഖൂലൂന, ഇവിടെ നിന്ന് പോകുന്ന മലക്കുകൾ പറഞ്ഞു കൊടുക്കും, ബി അഖ്ബഹി യസ്മായി, ആ മനുഷ്യനെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും മോശപ്പെട്ട പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഈ മലക്കുകൾ റൂഹുമായിട്ട് ആകാശ ലോകത്ത് ചെല്ലുമല്ലോ, ആകാശത്തിന്റെ വാതിലൊന്ന് തുറക്കാൻ ആവശ്യപ്പെടുമ്പോ ആകാശത്തിന്റെ കവാടം പോലും അയാൾക്ക് തുറക്കപ്പെടില്ല. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്. അവർക്ക് ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. വസ്ത്രങ്ങൾ കീറിയാൽ തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിയില്ലേ, ആ സൂചിയുടെ പിറകുവശത്ത് നൂല് കോർക്കുന്ന ഒരു ദ്വാരമുണ്ടല്ലോ, ആ ദ്വാരത്തിലൂടെ ഒരു ഒട്ടകം കയറി ഇറങ്ങാത്ത കാലത്തോളം അവർക്ക് ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തേക്കാരാ മനുഷ്യന്റെ അവസ്ഥ? അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ദോഷങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവസ്ഥയാണ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിലെ മഗ്ഫിറത്തിന്റെ 10ലേക്കാണ് നമ്മൾ കയറി വന്നത്. എത്ര വലിയ പാപം ചെയ്തവരും എത്ര വലിയ തെറ്റ് ചെയ്തവനും ഒരായുസ് മുഴുവൻ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചവനാണെങ്കിലും ഖൽബൊന്ന് ഇളകി കണ്ണൊന്ന് നിറഞ്ഞ് പൊരുത്തപ്പെടാൻ ആവശ്യപ്പെട്ടാൽ അള്ളാഹു പുറത്തു തരുന്നതാണ്. പരിശുദ്ധ റമളാനിലെ മഗ്ഫിറത്തിന്റെ രാവിലെ, ഈ 11ാമത്തെ രാവിലെ ആദ്യത്തെ തറാവീഹ് നമ്മൾ നിസ്കരിച്ചില്ലേ? ഇന്നത്തെ നിസ്കാരക്കാർക്ക് നൽകപ്പെടുന്ന സന്തോഷം എന്തെന്നറിയുമോ? അവർ മരണാസന്നരാകുന്ന സമയത്ത് എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരായി ഒരു ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ ശുദ്ധത എന്താണോ അതേ ശുദ്ധതയോടെ ഈ മനുഷ്യനും ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ അതിന് തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളൊക്കെ മരണം ആ ശുദ്ധതയിലാക്കി തരണേ അല്ലാ. ഞങ്ങൾ ഈ തറാവീഹ് നിസ്കാരവും ഈ റമളാനും അതിന് കാരണമായി നീ സ്വീകരിക്കണേ അല്ലാ. റമളാൻ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ധാരാളം ഖുർആൻ ഓതുന്ന ആളുകളാണ്. ഈ ഖുർആൻ ഓതുന്ന സമയത്ത് പ്രത്യേകം പാലിക്കേണ്ട ഒരു സുന്നത്തുണ്ട്. ഖുർആന്റെ ചില ഭാഗത്ത് സുജൂദു തിലാവ, ഓത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞിട്ട് ചില ഭാഗം വരുന്നുണ്ട്. അവിടെ പലരും പല കോലത്തിലാണ് സുജൂദ് ചെയ്യൽ. ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ കോലം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഖുർആനിൽ 14 സ്ഥലത്ത് ഈ ഓത്തിന്റെ സുജൂദുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം. അതിങ്ങനെ ഓതുമ്പോ ശ്രദ്ധിച്ചാല് ഖുർആന്റെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ചിഹ്നം കൊടുത്തിട്ട് അവിടെ സജദ എന്ന് എഴുതിയിട്ടുണ്ടാവും ഉള്ളില്. ആ ആയത്ത് കഴിയുന്നോടത്തൊരു പ്രത്യേക ആരോമാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ? കണ്ടിക്കണം. ആ ഭാഗത്തുമ്പോ ചെലോല് സുജൂദ് ചെയ്യും, ചെലോല് സുജൂദ് ചെയ്യൂല. സംഭവം സുജൂദ് ചെയ്യല് സുന്നത്തുള്ളൂ. പക്ഷെ സുജൂദ് ചെയ്യണ ആളുകൾ തന്നെ പല കോലത്തിലാണ് സുജൂദ് ചെയ്യണത്. ചിലോല് ഒരു സുജൂദ് ചെയ്യണോലുണ്ട്, ചിലോല് 2 സുജൂദ് ചെയ്യണോലുണ്ട്, സലാം വീട്ടണോലുണ്ട്, വീട്ടാത്തോലുണ്ട്. പലരും പല കോലത്തിലാണ്. ആ ഭാഗത്തിയാല് ഓതുമ്പോ സാധിക്കണോലൊക്കെ ഒരു സുജൂദ് ചെയ്യണം. അത് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹ്ക്ക്. ഈ ഓത്തിന്റെ സുജൂദിന്റെ ആ ഭാഗത്തെത്തുമ്പോ ഒരടിമ സുജൂദ് ചെയ്താല് ഇബ്ലീസ് അട്ടാസിച്ച് കരയുന്ന, എന്നിട്ട് അവൻ പറയും അത്രേ, ഉമിറ ഇബ്നു ആദമ ബിസ്സുജൂദി ഫസജദ ഫലഹുൽ ജന്ന. ഈ മനുഷ്യനോട് അള്ളാഹു സുജൂദിന് കൽപ്പിച്ചു, അയാൾ സുജൂദ് ചെയ്തു, അയാൾക്ക് സ്വർഗ്ഗാണല്ലോ കിട്ടാൻ പോണത്. വാ ഉമിർത്തു ബിസ്സുജൂദി, ഇന്നോട് ഇതേപോലെ സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നല്ലോ. ഫലം മസ്ജൂദ്, ഞാൻ സുജൂദ് ചെയ്തില്ലല്ലോ. വലിയ എന്നാർ, എനിക്ക് നരകാണല്ലോ കിട്ടാൻ പോണത് എന്ന് പറഞ്ഞ് ഇബ്ലീസ് അട്ടാസിച്ച് കരഞ്ഞു ഓടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അപ്പൊ ഭയങ്കര ശ്രേഷ്ഠതയുള്ള കാര്യമാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോ ആ ഓത്തിന്റെ സുജൂദിന്റെ ഭാഗം വരുമ്പോൾ സുജൂദ് ചെയ്യും. എങ്ങനെ സുജൂദ് ചെയ്യേണ്ട കേട്ടുണ്ട്. ഈ സുജൂദ് നിസ്കാരത്തിലും ചെയ്യാം, നിസ്കാരം അല്ലാത്ത സമയത്തും ചെയ്യാം. അപ്പൊ നിസ്കാരത്തെ നമ്മളിപ്പോ മാറ്റിയേക്കാം. ഏതായാലും ഇപ്പൊ നമ്മളിപ്പോ ഈ നിസ്കാരം കൊണ്ട് നമുക്ക് അതിനുള്ള അവസരം ഉണ്ടാകലില്ല. നിസ്കാരം അല്ലാത്ത സമയത്തുള്ള ഞാനൊന്ന് പറഞ്ഞുതരാം. ആ ഓത്തിന്റെ സുജൂദിന്റെ ഭാഗം എത്തിയാൽ, അതായത് ആ ആയത്ത് മുഴുവനായിട്ട് നമ്മൾ ഓതി കഴിഞ്ഞാൽ മുസാഫ് ഒരു ഭാഗത്തേക്ക് വെക്കുക, നിലത്ത് വെക്കരുത്. എന്തെങ്കിലും ഒരു ഭാഗത്തേക്ക്, ഒരു ഉയരമുള്ള ഭാഗത്തേക്കൊക്കെ ഒന്ന് ഒരു ആദരവില് മുസാഫിന് ഒരു ഭാഗത്തേക്കും വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ ഖിബിലക്ക് തിരിഞ്ഞ്, ഒളുവാണ് കേട്ടോ, ഒളു നമ്മളേതായാലും ഓതാൻ കുത്തിർക്കുമ്പോൾ ഉണ്ടാകും, എന്നാലും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്നുകിലും നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക. ഇരുന്നാലും കുഴപ്പമില്ല, നിന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നീയത്തോടു കൂടി അല്ലാഹു അക്ബർ ഇറഞ്ചില്ല. എന്താ നീയത്തൊക്കെ? ഞാൻ ഓത്തിന്റെ സുജൂദ് ചെയ്യാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് അല്ലാഹു അക്ബർ. ആ തക്ബീർ നിന്ന് ചെയ്യാ, ഇരുന്ന് കണ്ട് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് തക്ബീർ ചെയ്തിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സുജൂദക്ക് പോവുക. എത്ര സുജൂദ് ചെയ്താൽ മതി? ഒറ്റ സുജൂദ്. അപ്പൊ നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ, ഞാൻ ഓത്തിന്റെ സുജൂദ് ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയിട്ട് അല്ലാഹു അക്ബർ.
നേരെ അല്ലാഹു അക്ബർ തന്നെ സുജൂദക്ക് പോകുക. ഒറ്റ സുജൂദ്. എന്താണ് ആ സുജൂദിൽ ചൊല്ലേണ്ടത്? അവിടെ ചൊല്ലേണ്ട പ്രത്യേകമായ ഒരു ദിക്റുണ്ട്. സജദ വജ്ഹലില്ലദീ ഖലഖഹു വസവറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അത് ചൊല്ലാൻ അറിയണോല്ലോ അത് ചൊല്ല. ഞാൻ അത് അറിയാത്ത ആളുകൾ നമ്മളെ സാധാരണ സുജൂദിൽ ചൊല്ലണ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നൊരു 3 വട്ടം ചൊല്ലുക. ആ സുജൂദ് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് എണീറ്റിരിക്കുക. എന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വിട്ടു. അപ്പൊ അത് ശ്രദ്ധിക്കണം. നിയ്യത്ത് വേണം, തക്ബീറത്തുൽ ഇഹ്റാം വേണം, ഒരു സുജൂദ് ചെയ്യണം, സുജൂദ് എണീറ്റ് വന്നിട്ട് എന്തും വീട്ടണം, സലാം വീട്ടണം. അപ്പോഴേ അത് പൂർണ്ണമാകും. ചിലവരിത് ചെയ്യുന്ന ആളുകൾ സലാം വീട്ടാതെ ചില ആൾക്കാർ, അതായത് ചിലവര് ആ ഭാഗത്ത് മുസാഫ് വെക്കും, നേരെ ഒരു സുജൂദ് ചെയ്യും, എണീറ്റിരിക്കും, പിന്നെയും മുസാഫ് വെക്കും. എന്തില്ല? തക്ബീറത്തുൽ ഇഹ്റാമും ഇല്ല, സലാമും ഇല്ല. അങ്ങനെ ചെയ്താൽ അത് ശരിയാവില്ല. അപ്പൊ നമ്മൾ നിസ്കരിക്കണ മാതിരി തന്നെയാണ്. നിയ്യത്തോടെ അല്ലാഹു അക്ബർ. ആ തക്ബീറിൽ നിന്നിട്ടും വെക്കാം, ഇരുന്നിട്ടും വെക്കാം. എന്നിട്ട് ഒരു സുജൂദ്, ആ ഒറ്റ സുജൂദ്, അതാണ് അവിടെ പ്രധാനം. അതിൽ പറയപ്പെട്ട ദിക്ർ അറിയുന്നവർ അത് ചെല്ലുക, അല്ലെങ്കിൽ നമ്മളെ സാധാരണ സുബ്ഹാന റബ്ബിയൽ അഅല ബിഹംദിഹി 3 വട്ടം ചെല്ലുക, അല്ലാഹു അക്ബർ ഇരിക്കുക, സലാം വിട്ടുക. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അതൊക്കെ ഈ റമളാനിൽ നമ്മൾ ചെയ്യണം. അല്ലാഹു നമുക്ക് അതിന് ഭാഗ്യം തരട്ടെ. കാര്യമുള്ള എന്താ പറയുക, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഈ ഭൂമിയിൽ ആദ്യം വിശ്വസിച്ചത് ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. എന്നിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും വിശ്വസിച്ചിട്ടുള്ളത്. നമ്മൾ ഉസ്താദുമാര് അദബിന് വേണ്ടി നമുക്ക് എന്ത് പറഞ്ഞു? ആണുങ്ങളെ കൂട്ടത്തിൽ ആദ്യം മുസ്ലിമായത് സിദ്ദീഖ് തങ്ങള്, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആദ്യം മുസ്ലിമായത് ഖദീജ ബീവി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ ഈ ഉമ്മത്തിലെ ആദ്യത്തെ മുസ്ലിം ആരാണ്? മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിന്റെ സലാമും ജിബ്രീലിന്റെ സലാമും ഇടക്കിടക്ക് മുത്തുനബി തങ്ങൾ കൊണ്ടുവന്നു കൊടുക്കാറുണ്ടായിരുന്നു. ആ ഖദീജ ബീവി കൂടെ ജീവിച്ച് 25 കൊല്ലം അള്ളാഹുവിന്റെ റസൂൽ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല. ഖദീജ ബീവിയെ പറ്റി പലപ്പോഴും പറഞ്ഞിരിക്കും. ഒരിക്കൽ കേട്ട ആയിഷ ബീവി, അല്ല നബിയെ, നിങ്ങൾ എന്തിനാണ് ഇഞ്ഞു ഖദീജയെ പറഞ്ഞിരിക്കുന്നത്? ഖദീജയെക്കാൾ നല്ല ഭാര്യമാരെ അള്ളാഹു നമുക്ക് പകരം തന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, ഇല്ല ആയിഷ, നീ അടക്കം ഒരു ഭാര്യമാരും എന്റെ ഖദീജക്ക് പകരക്കാരല്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള 4 മഹദികളുണ്ട്. ഒന്ന് മറിയം ബീവിയാണ്, 2 നമ്മൾ 2-3 തറാവിന്റെ മുമ്പ് പറഞ്ഞിട്ട് ആസിയ ബീവിയാണ്, പിന്നെ ഒന്ന് ഈ ഖദീജ ബീവിയും, പിന്നെ ഒന്ന് ഫാത്തിമ ബീവിയുമാണ്. ഈ 4 പെണ്ണുങ്ങളാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാക്കന്മാര് എന്ന് പറയുന്നത്. അള്ളാഹു വല ബർക്കത്തോണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ.